പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നതിനെ തുടർന്ന് പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ പരാതിയിൽ ഒടുവിൽ എഫ്ഐആർ ഇട്ട് ഡൽഹി പോലീസ്. ജന്തർ മന്ദർ സമരത്തിനിടെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് ഡൽഹി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് ഒടുവിൽ എഫ്ഐആർ ഇട്ടത്. ജന്തർ മന്ദർ സമരത്തിനിടെ പെല്ലറ്റ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥികൾക്കൊപ്പമായിരുന്നു ഉച്ചയ്ക്ക് 12 മണിയോടെ രാഹുൽ ഗാന്ധിയുടെ മിന്നൽ സമരം ഉണ്ടായത്. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലായിരുന്നു സമരം. ആക്രമണമുണ്ടായ സമയത്ത് നേരിട്ടും പിന്നീട് ഇമെയിൽ വഴിയും പരാതി നൽകിയിട്ടും എഫ്ഐആർ ഇടാത്തതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും പരാതി നൽകിയത്. എന്നാൽ ആദ്യം എഫ്ഐആർ ഇടാനാവില്ലെന്ന നിലപാടായിരുന്നു പോലീസ് സ്വീകരിച്ചത്. ഇതേ തുടർന്നാണ് എഫ്ഐആർ ഇടുമിറത്താൻ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുമെന്ന് പ്രഖ്യാപിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധം തുടർന്നത്. 14 तारीख को कनॉट प्लेस में पैलेट गन का प्रयोग हुआ. उसका सबूत क्या है? 20 जुलाई को पैलेट गन का प्रयोग हुआ. उसका सबूत क्या है? सबूत ये है, देखिए, ये है पैलेट्स. देख लीजिए, इनको अच्छी तरह देख लीजिए. ये देखिए, ये है पैलेट्स. ये कहां से आए? ये इनके രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണ് കണ്ടത്. എന്തായാലും ഈ സമരം, ഈ നീക്കം ഫലം കണ്ടിരിക്കുന്നു. ഒടുവിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരിക്കുന്നു. കിരൺ ബാബു ചേരുന്നു. കിരൺ, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ട് മിന്നൽ നാടകീയ നീക്കങ്ങളാണ് ഡൽഹി കണ്ടത്. ഒടുവിൽ അത് വിജയം കാണുന്നു, അങ്ങനെയല്ലേ? സജിത്ത്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അസാധാരണമായൊരു സമരം, അസാധാരണമായൊരു വിജയം. ആ തരത്തിൽ തന്നെയാണ് ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ഒരു പരാതിയിൽ എഫ്ഐആർ ഇടണം എന്ന ആവശ്യവുമായി ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുക. അങ്ങനെ ഒരു സമരം അടുത്ത കാലത്തൊന്നും എന്തായാലും ഇന്ത്യയിൽ എവിടെയും ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് ഒരു പരാതിയിൽ എഫ്ഐആർ ഇടണമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു സമരം ഏറ്റെടുത്തു. ഒടുവിൽ എഫ്ഐആർ ഇടില്ല എന്ന് വാശി പിടിച്ചിരുന്ന സർക്കാരിന് ഒടുവിൽ എഫ്ഐആർ ഇടേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. നേരത്തെ ഈ സമരം ഉണ്ടാവുന്നത് ഡൽഹിയിലെ വിദ്യാർത്ഥി പക്ഷവുമായി ബന്ധപ്പെട്ടാണ്. CJPയുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥി സമരത്തിൽ ജൂലൈ 20-ാം തീയതിയാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്തത്. സാധാരണഗതിയിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നത് രാജ്യത്തെ സമരക്കാരെയോ പ്രക്ഷോഭകാരികളോ നിങ്ങൾ നേരിടാൻ അങ്ങനെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാറില്ല. അതിർത്തിയിലോ അല്ലെങ്കിൽ തീവ്രവാദ കേസുകളുമായി ബന്ധപ്പെട്ട അത്തരം സ്ഥലങ്ങളിലൊക്കെ, കശ്മീരിലൊക്കെ ചില ഘട്ടത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പോലും കോടതിയുടെ ഭാഗത്തു നിന്ന് അത്തരം പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം പെല്ലറ്റ് ഗണ്ണ് എന്ന് പറഞ്ഞാൽ ആ പെല്ലറ്റ് ഏറ്റാൽ ചിലപ്പോൾ നേരിട്ട് നെഞ്ചത്താണ് ഏൽക്കുന്നതെങ്കിൽ മരണം തന്നെ സംഭവിക്കാം. കണ്ണിലോ ചെവിയിലോ ഒക്കെ ഏറ്റു കഴിഞ്ഞാൽ കാഴ്ചശക്തിയും കേൾവിശക്തിയും ഒക്കെ നഷ്ടപ്പെടാം. ശരീരഭാഗങ്ങളിലൊക്കെ ഇതിൻ്റെ ഭാഗങ്ങൾ തുളച്ചു കയറിയാൽ പിന്നീട് സ്ഥിരമായ അംഗവൈകല്യം ഉണ്ടാവാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അത്തരം പെല്ലറ്റ് ഗണ്ണാണ് ഉപയോഗിച്ചത്. ഇതിനെതിരെ തുടക്കം മുതൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തുകയായിരുന്നു. അവർ ഉയർത്തിയ ചോദ്യം ഇതാണ്: പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആരാണ് അനുമതി നൽകിയത്? ആ അനുമതി ഡൽഹി പോലീസ് ഇത് ഉപയോഗിക്കുമ്പോൾ, അർദ്ധസൈന്യ സേന ഉപയോഗിക്കുമ്പോൾ അത് രണ്ടിൻ്റെയും ചുമതലയുള്ളത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രി അമിത്ഷായാണ്. അമിത്ഷായ്ക്ക് നേരെയായിരുന്നു ഈ ചോദ്യങ്ങൾ അത്രയും ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പരാതി നൽകിയ സാഹിൽ ലോചാപ്പ് എന്ന് പറയുന്ന വിദ്യാർത്ഥി 19 വയസ്സ് മാത്രമുള്ള ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണ്. ഇയാളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി ഏറെക്കുറെ പൂർണ്ണമായും, ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി ഏറെക്കുറെ പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. വലത് കൈയുടെ അതോടൊപ്പം തന്നെ ചലനശേഷിയിലടക്കം പ്രശ്നങ്ങൾ ഉണ്ടായി നിൽക്കുകയാണ്. നേരത്തെ തന്നെ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു. പക്ഷേ അതിന് എഫ്ഐആർ ഇടാൻ തയ്യാറായില്ല. പിന്നീട് ഇമെയിൽ വഴിയും പരാതി നൽകി. അപ്പോഴും എഫ്ഐആർ ഇട്ടില്ല. ഇതേ തുടർന്നാണ് രാഹുൽ ഗാന്ധി ഇന്ന് ഈ ലോചാപ്പിൻ്റെ അമ്മയ്ക്കുമൊപ്പം നേരെ പോലീസ് സ്റ്റേഷനിലെത്തിയത്. പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിട്ട് എഫ്ഐആർ ഇടണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ എഫ്ഐആർ ഇടാൻ തയ്യാറായില്ല. കാരണം എഫ്ഐആർ ഇടേണ്ടത് ഡൽഹി പോലീസിന് എതിരെ തന്നെയാണ് എഫ്ഐആർ ഇടേണ്ടത്. അത് വേണ്ട എന്നുള്ള നിലപാടിലായിരുന്നു. ഇതേ തുടർന്നാണ് രാഹുൽ ഗാന്ധി ഈ സമരത്തിൽ ഒരു കുത്തിയിരിപ്പ് സമരത്തിലേക്ക് നീങ്ങിയത്. ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവല്ല ചെല്ലുന്നത്. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, പ്രതിപക്ഷ നേതാവ് തന്നെ ചെല്ലുന്നു. എന്നിട്ട് അവിടെ പരാതി പറ്റില്ല എന്ന് പറയുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു ചർച്ചയ്ക്ക് മുതിർന്ന മന്ത്രിമാരോ മറ്റാരെയും നിയോഗിക്കുന്നില്ല. കുത്തിയിരിക്കുന്നെങ്കിൽ ഇരിക്കട്ടെ എന്നുള്ള ഒരു നിലപാടിലേക്ക് വരുന്നു. പക്ഷേ ഒടുവിൽ പോലീസിന് അങ്ങനെ ഒരു തീരുമാനത്തിൽ വഴങ്ങേണ്ടി വരുന്നു. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം സുപ്രീം കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു 5-അംഗ സംഘത്തെ ഇത് പരിശോധിക്കാൻ വേണ്ടി നിയോഗിച്ചിരുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ അക്രമം ഉണ്ടായിട്ടുണ്ടോ, അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ, എല്ലാ വിഷയങ്ങളും അന്വേഷിക്കാൻ ഒരു 5-അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. സ്വാഭാവികമായും ഈ സമിതിയുടെ മുന്നിലേക്ക് ഈ വിഷയമെത്താനും അതിരൂക്ഷമായ വിമർശനം. കാരണം രാജ്യത്ത് ഏതെങ്കിലും ഒരാൾ പരാതി നൽകിയാൽ പ്രാഥമികമായി തന്നെ ആർക്കും ബോധ്യപ്പെടുന്നൊരു കാര്യം അദ്ദേഹത്തിന്
പരിക്കേറ്റിട്ടുണ്ട്, ഗുരുതരമായ പരിക്കാണ്, കാഴ്ചശക്തി അടക്കം നഷ്ടപ്പെട്ടു, ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, ഇതെല്ലാ തെളിവുകളുള്ള ഒരു പരാതിയിൽ FIR ഇടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പ്രാഥമികമായ ഒരു പൗരൻ്റെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമോ ലംഘനമോ ഒക്കെയാണ്. രാഹുൽ ഗാന്ധി അവിടെ തുടരുകയും നേരെ കോടതിയെ ആരെങ്കിലും സമീപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കോടതിയുടെ ഭാഗത്തു നിന്ന് അതിരൂക്ഷമായ വിമർശനം ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒടുവിൽ അതുവരെ സമരത്തെ തള്ളിക്കളയാൻ തീരുമാനിച്ച FIR ഇടേണ്ട എന്ന് തീരുമാനിച്ച അധികാരികൾക്ക് FIR ഇടാനുള്ള നിർദ്ദേശം നൽകേണ്ടി വന്നത്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് പോയി പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് FIR ഇടിയിക്കുന്ന ഒരു സമരം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു കൗതുകമോ അല്ലെങ്കിൽ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമോ ഒക്കെ ആ സമരത്തിനുണ്ട് എന്നുകൂടി പറയാം. BJPയുടെ പ്രതികരണം വന്നത് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ള ദാഹമാണ് എന്നുള്ളതാണ്. അതാണ് രാഹുൽ ഗാന്ധി ഇതിന് പ്രേരിപ്പിക്കുന്നതാണ്. സ്മൃതി ഇറാനിയുടെ ഭാഗത്ത് നിന്ന് രാഹുൽ ഗാന്ധി ഇരിക്കുന്നതിനിടയിൽ ഒരു കയ്യിലിരുന്നൊരു മിഠായി മറ്റൊരാൾക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. മിഠായി എറിഞ്ഞു കൊടുത്ത് കളിക്കുകയാണ് രാഹുൽ ഗാന്ധി, സൈഡിലിരിക്കുന്ന ആളുകളെ നോക്കി ആംഗ്യം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞും ഇത് മാധ്യമ ശ്രദ്ധ പിടിച്ചു നേടാനാണെന്ന് JP നദ്ദയെ പോലുള്ള നേതാക്കൾ പറയുന്നു. അങ്ങനെ എല്ലാ തരത്തിലും അതിനെ തള്ളിക്കളയാനാണ് ഒരു ഭാഗത്ത് ശ്രമിച്ചുകൊണ്ടിരുന്നതെങ്കിൽ 5.5 മണിക്കൂർ രാഹുൽ ഗാന്ധി ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ, പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കളൊക്കെയും അവിടെ എത്തിയിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായിട്ടൊക്കെ എത്തിയിരുന്നു. കുമാരി ഷെൽജ തുടക്കം മുതൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം ഉണ്ടായിരുന്നു. ഒടുവിൽ ഈ കേസിൽ FIR ഇടാൻ തയ്യാറായിരിക്കുന്നു. FIRൻ്റെ പകർപ്പ് കിട്ടിയാൽ മാത്രമേ താൻ മടങ്ങൂ എന്നുള്ള നിലപാടിലാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നത്. FIR ഇടാമെന്ന് ഉറപ്പുകൊണ്ട് മാത്രം താൻ മടങ്ങില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും വകുപ്പുകൾ ചേർക്കുക. പിന്നീട് ഈ പരാതിയിൽ എന്തെല്ലാം മൊഴിയെടുത്ത ശേഷം കൂടുതൽ വകുപ്പുകൾ ആവശ്യമെങ്കിൽ ചേർക്കാമെന്നുള്ളതാണ് പോലീസിൻ്റെ നിലപാട്. ആ നിലപാട് സ്വാഭാവികമായും അംഗീകരിക്കേണ്ടി വരും. ഏത് കേസിലും പോലീസിന് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പോലീസിന് നിയമപരമായ അവകാശമുണ്ട്. പ്രാഥമികമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ വകുപ്പുകൾ ചേർക്കുക, അതിനുശേഷം മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ആവശ്യമാണെങ്കിൽ ചേർക്കുക. അങ്ങനെ എന്തായാലും ഒരു അസാധാരണമായ ഒരു സമരം, അത് രാജ്യം കണ്ടതിൽ ഒരു കൗതുകമുണർത്തുന്ന, മുൻകൂട്ടി പ്രഖ്യാപിച്ചതല്ല. പൊടുന്നനെ രാഹുൽ ഗാന്ധി അവിടെ എത്തുകയും രാഹുൽ ഗാന്ധി അവിടെ കുത്തിയിരിക്കുന്ന സമയത്താണ് മാധ്യമങ്ങളടക്കം ഈ വിഷയം അറിയുന്നത്. പിന്നീടാണ് മാധ്യമ ശ്രദ്ധ അടക്കം അവിടേക്ക് എത്തുകയും ഈ രാജ്യമാകെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ കുത്തിയിരിപ്പ് സമരം മാറുകയും ഒക്കെ ചെയ്യുന്നു. കിരൺ, നമ്മളിപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. രാഹുൽ ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ്. FIR ഇട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ ഉള്ളിൽ നടക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. പ്രിയങ്ക ഗാന്ധി അല്പസമയം മുമ്പ് വന്ന് രാഹുലുമായി ചില ആശയവിനിമയമൊക്കെ നടക്കുകയും ചെയ്യുന്നതെന്ന് കണ്ടു. എന്തായാലും രാഹുൽ മാധ്യമങ്ങളോട് ഒരു പക്ഷേ പ്രതികരിച്ചേക്കാമെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ രാഹുൽ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് മടങ്ങാനാണ് സാധ്യത എന്ന് കരുതുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി ഇന്ന് ഇത്തരം മുമ്പ് നമ്മൾ കണ്ടതാണ് ഒരു മിന്നൽ സമരം. ആ സമരമാണ് യഥാർത്ഥത്തിൽ CJP സമരത്തിന് ഒരു പുതിയ തലം സൃഷ്ടിച്ചത്. സമാനമായി വീണ്ടും ഇത്തരമൊരു നീക്കം നടത്തിയപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഇന്നത്തെ ഈ നീക്കം, അല്ലേ? അതെ, രാഹുൽ ഗാന്ധി പലപ്പോഴും അത്തരം നീക്കങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. ഈ സമരങ്ങളിലൊക്കെ, കർഷക സമരത്തിൻ്റെ കാലത്തും ഒക്കെ പല സമരങ്ങളിലും പരിക്കേറ്റ ആളുകളെ വീടുകളിൽ പോയി സന്ദർശിക്കുക. അങ്ങനെ സാധാരണഗതിയിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാക്കളൊന്നും ആ തരത്തിലേക്ക് സമരത്തിന് അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾ നടത്താറില്ല. വലിയ രാഷ്ട്രീയ സമരങ്ങൾക്ക് മുന്നിൽ നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാന തല നേതാക്കളൊക്കെ ചെയ്യുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം. രാഹുൽ ഗാന്ധി പക്ഷേ അങ്ങനെയല്ല, പലപ്പോഴും ഇത്തരം നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ തവണ സൈത്ത് തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലേക്കുള്ള റോഡ് പൊടുന്നതിനെ ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരം പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതല്ല. മുൻകൂട്ടി അറിയിച്ച് മുൻകൂട്ടി പറഞ്ഞിട്ടൊക്കെയുള്ള സമരങ്ങളാണ്. അതിനൊക്കെ ലംഘിച്ചുകൊണ്ട് പുതിയ തലമുറയിലെ ജൻസിയിലെ കുട്ടികൾ സമരം ചെയ്യുന്ന ഒരു തലത്തിലേക്കൊക്കെ മാറി നിന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ സമരം വന്നത്. ഒരു പ്രതിപക്ഷ നേതാവ് വന്നൊരു പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുക. എന്തിന് സംസ്ഥാനത്ത് പോലും ഒരു മുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ മന്ത്രിമാരോ പോലും പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുന്നത് തന്നെ വലിയ അത്യപൂർവമായ സംഭവമാണ്. അത് ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ മാത്രം അപൂർവമായിട്ട് മാത്രം ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സമരത്തിന് തയ്യാറാവുക, ആ സമരത്തിൽ നിന്ന് ഒടുവിൽ അത് നീതി കിട്ടുക, അതിൽ കോൺഗ്രസ് ഒരു വലിയ രാഷ്ട്രീയം കൂടി കാണുന്നുണ്ട് എന്നതുകൂടി നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച ഏതെങ്കിലും ആവശ്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കോ അല്ലെങ്കിൽ സമവായത്തിനോ തയ്യാറായിട്ടില്ല. രണ്ട് ഘട്ടങ്ങളിൽ മാത്രമാണ് സർക്കാരിൻ്റെ സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. ഒന്ന് കർഷക സമരത്തിൻ്റെ കാലത്തായിരുന്നു. അതിന് വ്യക്തമായ കാരണമുണ്ടായിരുന്നു. കാരണം യു പിയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമെല്ലാം വന്ന കർഷക കൂട്ടായ്മകളാണ്. ഈ കർഷക കൂട്ടായ്മകൾ മഹാഭൂരിപക്ഷം പേരും BJPയെ അധികാരത്തിലെത്തിക്കാൻ സഹായിച്ച വിഭാഗമാണ്. അവരുടെ നേതൃത്വത്തിൽ സർക്കാരിനെതിരെയുള്ള സമരം അത് ഒരു പരിധി കഴിഞ്ഞതോടെ അതിന് വലിയ ജനപിന്തുണ ലഭിച്ചതോടെയാണ് അന്ന് ഈ സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായത്. പിന്നീട് ഈ CJP സമരമാണ്. അത് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു സമരമായിരുന്നു. പൊടുന്നനെ ഒരു പാർട്ടി രൂപപ്പെടുന്നു. ആ പാർട്ടി ഇൻ്റർനെറ്റിലെ കൂട്ടായ്മ പിന്നീട് വലിയൊരു ജനസമുദ്രമായി മാറുന്നു. വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ അതിന് പിന്തുണ നൽകുന്നു. രാജ്യത്തെ കർഷകരും തൊഴിലാളികളും അധ്യാപകരും അടക്കം സമൂഹ
സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള ആളുകളുടെ മാനസിക പിന്തുണയും മറ്റെല്ലാ തരത്തിലുള്ള പിന്തുണയും അവർക്ക് ലഭിക്കുന്നു. അത് ഒരു പരിധി വിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും വെടിവെച്ചിട്ട് പോലും കുട്ടികൾ വീണ്ടും കൂടുതൽ ആവേശത്തോടുകൂടി വരുന്നൊരു കാഴ്ചയെ കണ്ട ഒടുവിൽ അവർക്ക് വഴങ്ങി സർക്കാരിന് ധർമ്മേന്ദ്ര പ്രധാന വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യം രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് അറിയാം. ഈ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആവശ്യത്തോട് രാജ്യത്തെ ഭൂരിപക്ഷം ആളുകൾ യോജിക്കുന്നുണ്ട്. അതിനൊപ്പം നിൽക്കുക എന്നുള്ളതായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി ചെയ്തത്. ഇപ്പോഴും അത് തന്നെയാണ് ഉയർത്തുന്നത്. കോൺഗ്രസിൻ്റെ ഒരു ആവശ്യം എന്നതിനപ്പുറത്തേക്ക് ഈ സമരത്തിൽ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയുടെ അവകാശത്തിന് വേണ്ടി അത് ഈ സമര ആവശ്യത്തെ പിന്തുണയ്ക്കുന്ന എല്ലാവരുടെയും പൊതുവികാരമാണ്. അതിനുവേണ്ടി നിൽക്കുന്നത് ഒരു രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ ആ രാജ്യത്തിൻ്റെ പോലീസ് തന്നെ പെല്ലറ്റ് ഉപയോഗിച്ച് അവരെ വെടിവെച്ച് വീഴ്ത്തുക എന്ന് പറയുന്നത് സാധാരണ ജനം അംഗീകരിക്കുന്നതല്ല. രണ്ടാമത്തെ മറ്റൊരു വിഷയം കൂടിയുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്. കോൺഗ്രസും രാഹുൽ ഗാന്ധി തുടക്കം മുതൽ ഈ വിഷയത്തിൽ ആരോപണം മുനയിൽ നിർത്തുന്നത് അമിത്ഷായാണ്. രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെയാണ് ആരോപണം മുന്നിൽ നിർത്തുന്നത്. കാരണം ഡൽഹി പോലീസും അർദ്ധ സൈനിക സേനയും കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിലാണ്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അനുമതി ഇല്ലാതെ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ഉന്നയിക്കുന്നത്. ഇനി അറിയാതെയാണ്, അമിത്ഷാ അറിയാതെയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെങ്കിൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം അമിത്ഷയ്ക്കുണ്ട്. എന്ന് മാത്രമല്ല, ഇത്രയും സുപ്രധാനമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് സ്വന്തം വകുപ്പിൽ നടക്കുന്ന തീരുമാനത്തിൽ അറിയുന്നില്ല എന്ന് പറയുന്നത് അമിത്ഷായുടെ ഒരു പ്രതിച്ഛായയ്ക്ക് കൂടി ബാധിക്കുന്ന വിഷയമാണ്. ഡയറക്റ്റ് അമിത്ഷായെ അറ്റാക്ക് ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണ് എന്നതുകൂടിയാണ് രാഹുൽ ഗാന്ധി കാണുന്ന, അല്ലെങ്കിൽ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. അദ്ദേഹം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇപ്പോഴുമുണ്ട്. രാഹുൽ ഗാന്ധി FIR ഇടുവാനുള്ള തീരുമാനം പോലീസിൻ്റെ ഉണ്ടാകുന്നു. എന്തായാലും ആ നടപടിക്രമങ്ങൾ നടക്കുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മിന്നൽ സമരം രാഹുൽ ഗാന്ധിയുടെ വിജയം കണ്ട ആശ്വാസമുണ്ട് പ്രതിപക്ഷ നിരക്ക് പൊതുവിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന്, രാഹുൽ ഗാന്ധിക്ക്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായേക്കാം. ഒരുപക്ഷെ നമുക്ക് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.